ദീപു, ഇത് എങ്ങനെയാണ് സംഭവിച്ചത്? ഇന്നലെ 5-5:30 മഴ മാറിയതിന് ശേഷം, മഴ പെയ്ത് തോന്നിയതിന് ശേഷമാണ് വീണത്. നമ്മൾ 4 പേരിവിടെ ഉണ്ടായിരുന്നു. അമ്മയും മക്കളും ഭാര്യയും ഉണ്ടായിരുന്നു. ഇത് സംഭവം നടക്കുമ്പോ മഴയുള്ള സമയമായിരുന്നു? മഴ പെയ്തുകൊണ്ടിരുന്നപ്പോഴാണോ? മഴ തോന്നിയതിന് ശേഷമാണ്. തോന്നിയതിന് ശേഷം. അപ്പൊ ഇവിടെ തന്നെയായിരുന്നു ടി വി ഇരുന്നത്. അപ്പൊ കുഞ്ഞുങ്ങളും പിന്നെ ഇവര് കുടുംബസമേതമായി ടി വി കണ്ടുകൊണ്ടിരുന്ന വലിയൊരു അത്യാഹിതത്തിൽ നിന്നല്ലേ നമ്മൾ ഒഴിവായത്? വലിയ അത്യാഹിതത്തിൽ നിന്നാണ് ഒഴിവായത്. അപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ടി വി വർക്കല്ലായിരുന്നു. ഒരു പക്ഷേ കറണ്ട് ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് പറയാൻ കഴിയത്തില്ല ഈ അപകടത്തിന്റെ ഗതി എന്താകുമായിരുന്നു. അത് നമുക്കറിയാം. നേരത്തെ ഈ ഭാഗത്ത് ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടായിട്ട് അറിയാമോ? എന്റെ അറിവിലില്ല. ഇല്ല. അപ്പോ ഇതിന്റെ മുകളിൽ അപ്പുറത്തും ഒരു വീടുണ്ട്. അപ്പൊ ഇതിന്റെ തൊട്ടു മുകളിൽ ഇത്തരത്തിലുള്ള പാറകൾ ഉണ്ടായിരിക്കും. ഉണ്ടായിരിക്കും. അപ്പൊ ഇതിന്റെ ഒരു കാരണം ഇതിന്റെ ഊറ്റുകൊണ്ടാണോ, അത് വേറെ എന്തെങ്കിലും പ്രകൃതിയെ ചൂഷണം ചെയ്തതിന്റെ പേരിലാണെന്ന് വല്ലതും അത്തരത്തിൽ അഭിപ്രായം വല്ലതും ഉണ്ടോ? അതിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞൂടാ. മഴ പെയ്തതാവാൻ വഴിയുണ്ട്. കാരണം ഇതിന്റെ ചുറ്റുവട്ടങ്ങളിൽ പാറക്കോറികളും അതിന്റെ പ്രവർത്തനവും നടക്കുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോ അതും ഇതിന്റെ പിന്നിൽ ഒരു കാരണമായോ എന്നുള്ളത് ശാസ്ത്രീയമായി നമുക്ക് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു, അല്ലേ? എന്തായാലും ഈ സംഭവത്തിൽ പിന്നെ ജനപ്രതിനിധികളോ ഉദ്യോഗസ്ഥന്മാരോ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഈ കാര്യങ്ങൾ? ഇന്നലെ വൈകിട്ട് ഓഫീസ് ടൈം കഴിഞ്ഞതിന് ശേഷം അതുകൊണ്ട് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അവരിന്ന് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ജനപ്രതിനിധി വന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി വന്ന് കണ്ട് പോയി. അപ്പൊ എന്തായാലും പിന്നെ സുരക്ഷിതമായ ഒരു സംവിധാനം ഒരുക്കിയതിന് ശേഷം മാത്രമേ തുടർന്ന് ഇതിൽ താമസിക്കാൻ തയ്യാറാകാവൂ. കാരണം രാത്രി ഉറക്കത്തിൽ ഇതുപോലെ മറ്റൊരു പാറയാണ് ഉരുണ്ടു വരുന്നെങ്കിൽ നമുക്ക് ഒന്നും പറയാൻ കഴിയത്തില്ല. ഇല്ല. അപ്പൊ എന്തായാലും പ്രകൃതി ഒരു സൂചന നൽകി ഈ വലിയ ഒരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട താങ്കളെയും മറ്റു കുടുംബാംഗങ്ങളെയും ആശ്വസിപ്പിക്കുന്നതിനും ഈ വിവരങ്ങളും അറിയുന്നതിനും വേണ്ടിയാണ് സാക്ഷിയുടെ ടീം എന്നുള്ള നിലയിൽ ഞങ്ങൾ ഇവിടെ എത്തിയത്. ഈ പ്രകൃതി ദുരന്തത്തിൽ ദുരിതം അനുഭവിക്കുന്ന നിങ്ങളെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ചേർന്ന് അവരുടെ ഭാഗത്തു നിന്നും സഹായങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വീണ്ടും കാണാം.